ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പം ഗൈസ് എല്ലാവരുടെയും ക്രിസ്മസ് എവിടെ വരെയായി? നമ്മുടെ ക്രിസ്മസ് ഇതാണ് ഈ പാതിരാത്രിയിൽ ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് രാത്രിയായി. അപ്പം ചേട്ടൻ താഴെ വന്നിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങോട്ട് റോഡ് കുറച്ച് കട്ടറായതുകൊണ്ട് നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങണം. അപ്പം പുള്ളി ജോലിയെല്ലാം കഴിഞ്ഞതാണ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിത് നൈറ്റാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് മോക്ക് സ്കൂളിൽ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടാനൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ വേണം. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ രാത്രി പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ്ട് വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് കയറിയിട്ട് ടൗണിലോട്ട് പോകാം. രാത്രി ആയതുകൊണ്ട് പിള്ളേരെല്ലാം ഭയങ്കര പേടിച്ചിരിക്കണം കേട്ടോ, ഇത്ര ഇരുട്ടായതുകൊണ്ട്. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വേഗം എത്തി കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഷോപ്പൊക്കെ ഏകദേശം ക്ലോസ് ആക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മോൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഷോപ്പിൽ കയറി കേട്ടോ. നമ്മുടെ കണ്ണൂർ ചെമ്പേരിയിൽ ഏറ്റവും കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് കൂടിയാണ് കേട്ടോ ഇത്. സാധാരണ ഷോപ്പിൽ കയറിയാൽ ഒരു ഡ്രസ്സും ഇഷ്ടപ്പെടാറില്ല കേട്ടോ. മോൾക്ക് ഇന്ന് എന്താണാവോ ഫസ്റ്റ് എടുത്തത് തന്നെ മതി എന്ന് പറഞ്ഞു. മോളുടെ സ്കൂളിൽ പറഞ്ഞിരുന്നത് റെഡോ വൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ നമ്മൾ രണ്ട് കളേഴ്സും കൂടി മിക്സ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. ഇന്നെൻ്റെ മോള് നല്ല കുട്ടിയായിരുന്നു കേട്ടോ. സാധാരണഗതിയിൽ ഏതെങ്കിലും ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അത് മതി ഇത് മതി എന്ന് പറഞ്ഞ് ഡ്രസ്സെല്ലാം വലിച്ചു വരിടുന്നൊരു സ്വഭാവമായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവളെടുത്തു കേട്ടോ. പിന്നെ മക്കളുടെ ഇഷ്ടത്തെ നമ്മൾ മാറ്റി നിർത്തണ്ടല്ലോ, ഇന്നും മോളുടെ ചോയ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നൊരു ഡ്രസ്സ് എടുക്കലും കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഫാൻസി ഷോപ്പിലാണ് കേട്ടോ കയറിയത്. ഡ്രസ്സിന് മാച്ചിങ് ആയി കുറച്ച് വളയും മാലയും ഡ്രായും ക്ലിപ്പും ഒക്കെ വേണമെന്ന് പറഞ്ഞ് ബഹളായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ മോൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. എത്ര വലിയ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ ഫാൻസി ഐറ്റംസും അതുപോലെ നെറ്റ് മെറ്റീരിയൽസ് എല്ലാം വാങ്ങുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള എല്ലാ ഫാൻസി ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. നല്ല വിലക്കുറവും ഉണ്ട് കേട്ടോ. ഡ്രസ്സ് മാത്രം എടുത്തപ്പോൾ എന്തോ ശാന്തതയിൽ നിന്ന്, എന്നാൽ ഫാൻസി ഐറ്റംസ് കണ്ടപ്പോൾ മുതൽ ആള് പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോലെയാണ് കേട്ടോ. ഡ്രസ്സിന് ഇണങ്ങുന്ന അതേ പൊട്ട് വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു പൊട്ട് മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടുത്തെ വാശിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ വാശി. പിന്നെ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഐസ്ക്രീം വേണ്ട മോളെ, വേറെ എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞിട്ട് ആൾ അമ്പിനും ബില്ലിനും നിൽക്കില്ലെന്നുണ്ട്. കാരണം രാത്രിയിലുള്ള കിടന്നിട്ടുള്ള ചുമ നമുക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം തന്നെ ഏകദേശം ഷോപ്പൊക്കെ ക്ലോസ് ആക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മോന് ചെറിയൊരു ബോളും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ ഷോപ്പിൽ ഇങ്ങനെ സ്റ്റാറും ട്രീ ഒക്കെ കണ്ടത്. അപ്പം മോക്കത് കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കി മൂവ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണേ. ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.